ഇതൊരു സാധാരണ ചരിത്രമല്ല. ആദർശങ്ങൾ കൂട്ടിമുട്ടിയപ്പോൾ ആയുധത്തെക്കാൾ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് വിപ്ലവം രചിച്ച രണ്ട് മഹാത്മാക്കളുടെ കഥയാണ്. 1939 ആ രാത്രി ഓർക്കുക. ത്രിപുരയിലെ കോൺഗ്രസ് സമ്മേളന നഗരിയിൽ ഭാരമേറിയ ഒരു നിശബ്ദത പടർന്നു കിടക്കുകയായിരുന്നു. സ്ട്രെച്ചറിൽ തളർന്നു കിടക്കുന്ന സുഭാഷ് ചന്ദ്രബോസ്. 104 ഡിഗ്രി പനിയിൽ അദ്ദേഹത്തിന്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കണ്ണുകളിൽ ഒരു തീപ്പൊരി ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് ഫലപ്രഖ്യാപനം വന്നു. ഗാന്ധിജി നേരിട്ട് നിർദ്ദേശിച്ച പട്ടാഭി സീതാരാമയ്യ തോറ്റിരിക്കുന്നു, സുഭാഷ് വിജയിച്ചിരിക്കുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ആ നിമിഷം മഹാത്മാഗാന്ധി പറഞ്ഞു, പട്ടാഭിയുടെ പരാജയം എന്റെ പരാജയമാണ്. എന്തുകൊണ്ടാണ് അഹിംസയുടെ പ്രവാചകനായി ഗാന്ധിജിക്ക് സുഭാഷിന്റെ വിജയം ഒരു പരാജയമായി തോന്നിയത്? സിവിൽ സർവീസ് എന്ന സ്വർണ്ണക്കരണ്ടി വലിച്ചെറിഞ്ഞ് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും മുന്നിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ചങ്കൂറ്റത്തോടെ നിന്ന ആ മനുഷ്യനാരായിരുന്നു? മരണത്തെപ്പോലും തോൽപ്പിച്ച നേതാജിയുടെ വിസ്മയകരമായ ജീവിതയാത്രയിലേക്ക് നമുക്ക് പോകാം. 1897 ജനുവരി 23 ഒഡീഷയിലെ കട്ടക്കിൽ ജാനകിനാഥ് ബോസിന്റെയും പ്രഭാവതിയുടെയും മകനായി സുഭാഷ് ജനിക്കുമ്പോൾ ആ കുട്ടി ഇന്ത്യയുടെ ചരിത്രം തിരുത്തിക്കുറിക്കുമെന്ന് ആരും കരുതിയില്ല. ചെറുപ്പം മുതലേ സുഭാഷ് ഒരു സാധാരണ കുട്ടിയായിരുന്നില്ല. വിവേകാനന്ദന്റെ കൃതികൾ വായിച്ച അദ്ദേഹം ആത്മീയതയോടും രാജ്യസ്നേഹത്തോടും ഒക്കെ ആകർഷണനായിരുന്ന ഒരു കുട്ടിയായിരുന്നു. പ്രസിഡൻസി കോളേജിലെ പഠനകാലത്ത് ഇന്ത്യക്കാരെ അധിക്ഷേപിച്ച പ്രൊഫസർ ഓട്ടനെ തല്ലിയ സംഭവത്തിൽ സുഭാഷ് പുറത്താക്കപ്പെട്ടു. അന്ന് അദ്ദേഹം പറഞ്ഞു, അനീതി കണ്ടു നിൽക്കുന്നവനേക്കാൾ വലിയൊരു പാപം വേറെയില്ലെന്ന്. ഇത് കേവലം ഒരു വാക്കല്ല, അദ്ദേഹത്തിന്റെ ജീവിത ദർശനമായിരുന്നു. ബ്രിട്ടീഷുകാരന്റെ അടിമയായി ജീവിക്കുന്നതിനേക്കാൾ വലിയൊരു നരകം അദ്ദേഹത്തിന് വേറെ ഉണ്ടായിരുന്നില്ല. മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം അദ്ദേഹം ലണ്ടനിലേക്ക് പോയി. ലക്ഷ്യം ICS ആയിരുന്നു, ഇന്ത്യൻ സിവിൽ സർവീസ് ആണ്. അക്കാലത്ത് ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം സങ്കല്പിക്കാൻ പോലും ആകാത്ത നേട്ടം. അദ്ദേഹം 4ാം റാങ്കോടെ പരീക്ഷ പാസ്സായി. ബ്രിട്ടീഷ് രാജിന്റെ ഭാഗമായി സുഖ സൗകര്യങ്ങളോടെ ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പക്ഷേ ആ നിയമന ഉത്തരവ് കയ്യിൽ കിട്ടിയപ്പോൾ സുഭാഷ് എഴുതി, എന്റെ മനസാക്ഷി എന്നെ വിലക്കുന്നു. വിദേശികളുടെ കീഴിൽ സേവനം അനുഷ്ഠിച്ച് എനിക്ക് എന്റെ ആത്മാവിനെ വിൽക്കാൻ കഴിയില്ല. 1921 അദ്ദേഹം ആ പദവി രാജിവെച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു യുവാവ് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഇത്രയും ഉയർന്ന പദവി നിസ്സാരമായി വലിച്ചെറിയുന്നത്. ആ ചങ്കൂറ്റമാണ് നേതാജി എന്ന വിപ്ലവകാരിയുടെ അടിത്തറ എന്ന് പറയുന്നത്. ബോംബെ തുറമുഖത്ത് കപ്പലിറങ്ങിയ ഉടനെ തന്നെ അദ്ദേഹം നേരെ പോയത് ഗാന്ധിജിയെ കാണാനാണ്. ചർക്കയും അഹിംസയും കൊണ്ട് ബ്രിട്ടീഷുകാരെ പുറത്താക്കാമെന്ന ഗാന്ധിയുടെ സിദ്ധാന്തം സുഭാഷിന് ഒരു അത്ഭുതമായിരുന്നു. അദ്ദേഹം ഗാന്ധിയോട് ചോദിച്ചു, ബാപ്പു, കേവലം നിസ്സഹകരണം കൊണ്ട് എങ്ങനെയാണ് തോക്കുകളെ നമുക്ക് നേരിടാൻ കഴിയുക? ഗാന്ധിയുടെ മറുപടിയിൽ സുഭാഷ് തൃപ്തനായില്ല. ഗാന്ധിജിക്ക് അത് ആത്മീയമായ ഒരു പോരാട്ടമായിരുന്നു, എന്നാൽ സുഭാഷിന് അത് രാഷ്ട്രീയമായ ഒരു യുദ്ധമായിരുന്നു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം കൽക്കട്ടയിലെ ചിത്തരഞ്ജൻ ദാസിനെ കണ്ടു. CR ദാസ് എന്ന രാഷ്ട്രീയ ഗുരുവിൽ നിന്നാണ് സുഭാഷ് പ്രായോഗിക രാഷ്ട്രീയം പഠിച്ചത്. സമാധാനത്തെക്കാൾ ഉപരിയായി പ്രവർത്തനങ്ങളിൽ വിശ്വസിച്ച ഒരു ശിഷ്യനായി അദ്ദേഹം വളർന്നു. 1920-കൾ സമരങ്ങളുടെ കാലമായിരുന്നു. സൈമൺ കമ്മീഷനെതിരായ പോരാട്ടം, നിസ്സഹകരണ പോരാട്ടം. ഇതിനിടയിൽ 11 തവണയാണ് ബോസ് ജയിലിലായത്. ബർമയിലെ മണ്ടാലെ ജയിൽ, അവിടെയുള്ള ഏകാന്തതയും ക്രൂരതയും ഭീകരമായിരുന്നു. കടുത്ത പനിയും ക്ഷയരോഗവും അദ്ദേഹത്തെ തളർത്തിക്കളഞ്ഞു. പക്ഷെ ആ തടവറയിൽ അദ്ദേഹം തളരുകയല്ല, മറിച്ച് ലോക ചരിത്രം പഠിക്കുകയായിരുന്നു. അയർലൻഡിലെ വിപ്ലവകാരികൾ എങ്ങനെ ബ്രിട്ടനെ വിറപ്പിച്ചു എന്ന് അദ്ദേഹം പഠിച്ചു. ആയുധമില്ലാതെ ലോകത്ത് ഒരു രാജ്യവും സ്വാതന്ത്ര്യം നേടിയിട്ടില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് യുവത്വത്തിന്റെ ആവേശമായി വളർന്ന ജവഹർലാൽ നെഹ്റുവിനെയും സുഭാഷിനെയുമാണ്. അവർ രണ്ടുപേരും ചേർന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു യങ് ടർക്സ് വിഭാഗം രൂപീകരിച്ചു. 1938 ഹരിപുര സമ്മേളനത്തിൽ സുഭാഷ് ഏകകണ്ഠമായി കോൺഗ്രസ് പ്രസിഡന്റായി. അന്ന് ഗാന്ധിയുടെ പിന്തുണ ഉണ്ടായിരുന്നു, എന്നാൽ സുഭാഷിന്റെ പ്രവർത്തന ശൈലി ഗാന്ധിയെയും മറ്റു മിതവാദികളെയും ഭയപ്പെടുത്തി. അദ്ദേഹം ബ്രിട്ടനെതിരെ നേരിട്ടുള്ള യുദ്ധത്തിനാണ് ആഹ്വാനം ചെയ്തത്. 1939 വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായി സുഭാഷ് തീരുമാനിച്ചു. ഗാന്ധിക്ക് ഇത് ഇഷ്ടമായില്ല. അദ്ദേഹം പട്ടാഭി സീതാരാമയ്യയെ സ്ഥാനാർത്ഥിയാക്കി. പക്ഷേ ഫലം വന്നപ്പോൾ സുഭാഷ് വിജയിച്ചു. കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറി. ഇവിടെയാണ് നമ്മുടെ കഥയുടെ കേന്ദ്രബിന്ദു. ഗാന്ധി ഇതിന് തന്റെ വ്യക്തിപരമായ പരാജയമായി പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസ് രണ്ടായി പിളർന്നു. നെഹ്റു അടക്കമുള്ളവർ സുഭാഷിനെ ഒറ്റപ്പെടുത്തി. ഒടുവിൽ രോഗാവസ്ഥയിലും മാനസിക വിഷമത്തിലും അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, ഇത് തുടക്കം മാത്രമാണ്. കോൺഗ്രസിൽ നിന്നും പുറത്തു വന്ന അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചു. ബ്രിട്ടീഷുകാരോട് പോരാടി തന്നെ അവരെ പുറത്താക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. 2ാം ലോക മഹായുദ്ധം തുടങ്ങിയപ്പോൾ ബോസ് പറഞ്ഞു, ബ്രിട്ടന്റെ കഷ്ടകാലം ഇന്ത്യയുടെ സുവർണ അവസരമാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ പിന്തുണച്ചില്ല. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വീണ്ടും വീട്ടുതടങ്കലിലാക്കി. കൽക്കട്ടയിലെ എൽഗിൻ റോഡിലുള്ള അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും പകലും രാത്രിയും CID കാവൽ നിന്നു. 1941 ജനുവരി 16 അർദ്ധരാത്രി ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ സിയാവുദ്ദീൻ എന്ന പേരിൽ ഒരു പത്താൻ വേഷധാരിയായി സുഭാഷ് തന്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി.
പിന്നിൽ കാവൽ നിൽക്കുന്ന ബ്രിട്ടീഷ് പോലീസിനെ വെട്ടിച്ച് അദ്ദേഹം ഒരു കാറിൽ കടന്നു. അവിടെ നിന്നും തീവണ്ടി മാർഗം പെഷവാറിലേക്ക്. അഫ്ഗാനിസ്ഥാനിലെ മലനിരകളിലൂടെ കൊടും തണുപ്പിൽ ഒരു മോഹനായി വേഷം കെട്ടി അദ്ദേഹം കാബൂളിലെത്തി. അവിടെ നിന്നും റഷ്യൻ പാസ്പോർട്ടുമായി ജർമ്മനിയിലേക്ക്. ഹിറ്റ്ലറെ നേരിട്ട് കണ്ട് സഹായം ചോദിക്കാൻ കാണിച്ച ധൈര്യം സങ്കല്പിച്ചു നോക്കൂ. ജർമ്മനിയിലെ ഇന്ത്യൻ തടവുകാരെ ചേർത്ത് അദ്ദേഹം ഫ്രീ ഇന്ത്യ ലീജിയൻ രൂപീകരിച്ചു. അവിടെ വെച്ചാണ് ആദ്യമായി അദ്ദേഹത്തെ നേതാജി എന്ന് വിളിച്ചു തുടങ്ങിയത്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയതും ജർമ്മനിയുടെ മണ്ണിലാണ്. ജർമ്മനിയിൽ നിന്നും പ്രതീക്ഷിച്ച സഹായം ലഭിക്കില്ലെന്നും ബോസിന് മനസ്സിലായി. ഉടനെ അദ്ദേഹം മറ്റൊരു സാഹസത്തിന് മുതിർന്നു. ഒരു ജർമ്മൻ അന്തർവാഹിനിയിൽ കയറി അദ്ദേഹം ജപ്പാനിലേക്ക് യാത്ര തിരിച്ചു. 90 ദിവസങ്ങൾ നീണ്ട ആ യാത്ര. സമുദ്രത്തിനടിയിൽ ബ്രിട്ടീഷ് കപ്പലുകൾ ബോംബിടുമ്പോൾ ഏത് നിമിഷവും മരണം സംഭവിക്കാമെന്നറിഞ്ഞിട്ടും അദ്ദേഹം പതറിയില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നടുവിൽ വെച്ച് അദ്ദേഹം ഒരു ജർമ്മൻ അന്തർവാഹിനിയിൽ നിന്നും ജാപ്പനീസ് അന്തർവാഹിനിയിലേക്ക് മാറി. ചരിത്രത്തിൽ ഇന്നും അത്ഭുതമായി അവശേഷിക്കുന്ന ഒരേയൊരു കടൽമാറ്റം ഇതാണ്. സിംഗപ്പൂരിലെത്തിയ നേതാജിക്ക് രാഷ് ബിഹാരി ബോസ് INA-യുടെ നിയന്ത്രണം കൈമാറി. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് കേട്ട ആയിരക്കണക്കിന് ഇന്ത്യൻ യുവാക്കളാണ് സൈന്യത്തിൽ ചേർന്നത്. തങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ പോലും സ്ത്രീകൾ വിപ്ലവത്തിന് വേണ്ടി ദാനം ചെയ്തു. ലക്ഷ്മി സെഹ്ഗാളിന്റെ നേതൃത്വത്തിൽ റാണി ഓഫ് ഝാൻസി റെജിമെന്റ് രൂപീകരിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ സൈന്യമായി INA മാറി. ജപ്പാൻ സൈന്യത്തിന്റെ സഹായത്തോടെ അവർ ഇന്ത്യയുടെ അതിർത്തി ലക്ഷ്യം വെച്ച് നീങ്ങി. അസം മലനിരകളിൽ വെച്ച് INA ഇന്ത്യയുടെ മണ്ണിൽ ത്രിവർണ്ണ പതാക ഉയർത്തി. ഡൽഹി ചലോ എന്ന ആഹ്വാനം ബ്രിട്ടീഷ് കോട്ടകളെ വിറപ്പിച്ചു. പക്ഷേ വിധി ക്രൂരമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെടാൻ തുടങ്ങി. കനത്ത മഴയും വിഭവങ്ങളുടെ കുറവും INA-യെ തളർത്തി. പിന്മാറാൻ നേതാജി നിർബന്ധിതനാക്കി. 1945 ഓഗസ്റ്റിൽ ജപ്പാൻ കീഴടങ്ങിയതോടെ INA അനാഥമായി. എങ്കിലും നേതാജി പിന്മാറാൻ തയ്യാറായില്ല. അദ്ദേഹം റഷ്യയുടെ സഹായം തേടാനായി തീരുമാനിച്ചു. തായ്വാനിലെ തായ്ഹോഗു വിമാനത്താവളം. വിമാനം പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണു. നേതാജിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരിച്ചെന്ന് ജപ്പാൻ റേഡിയോ ഔദ്യോഗികൾ അറിയിച്ചു. പക്ഷെ ഇന്നും ഭാരതം ചോദിക്കുന്ന ചോദ്യം, നേതാജി മരിച്ചോ? പല കമ്മീഷനുകൾ അന്വേഷിച്ചിട്ടും വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. രംഗോജി ക്ഷേത്രത്തിലെ ചിതാഭസ്മം നേതാജിയുടേതാണോ? അതോ അദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ തടവറയിൽ കൊല്ലപ്പെട്ടോ? അതോ ഫൈസാബാദിലെ ഗുംനാമി ഭാബിയായി അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തിയോ? ഈ രഹസ്യങ്ങൾ ഇന്നും ചുവപ്പ് നാടകളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പലപ്പോഴും നേതാജിയെ ഒരു സൈഡ് ഹീറോ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ 1946 ഇന്ത്യൻ നാവികസേനയിൽ നടന്ന കലാപം അതൊന്ന് ഓർക്കുക. ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ അവർക്കെതിരെ തിരിഞ്ഞത് നേതാജിയുടെ വിപ്ലവ വീര്യം കണ്ടിട്ടാണ്. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് അറ്റ്ലി പിന്നീട് സമ്മതിച്ചിട്ടുമുണ്ട്, ഗാന്ധിയുടെ അഹിംസ പ്രസ്ഥാനമല്ല, മറിച്ച് സുഭാഷ് ചന്ദ്രബോസിന്റെ INA ഇന്ത്യയിലെ സൈനികരിൽ ഉണ്ടാക്കിയ സ്വാധീനമാണ് ബ്രിട്ടനെ ഇന്ത്യ വിടാൻ പ്രേരിപ്പിച്ചത്. അതെ, ആ ചങ്കൂറ്റം തന്നെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അധികാരത്തിന്റെ കസേരകൾക്ക് വേണ്ടി ആയിരുന്നില്ല സുഭാഷ് ചന്ദ്രബോസ് പോരാടിയത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഗാന്ധിയുടെ തണലിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയൊക്കെ ആകാമായിരുന്നു. പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുത്തത് മുൾക്കിരീടമായിരുന്നു. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഗാന്ധി അദ്ദേഹത്തെ വിളിച്ചത് ദേശഭക്തരുടെ രാജകുമാരൻ എന്നാണ്. രക്തം ചോദിച്ച നേതാജിക്ക് പകരം നാം നൽകിയത് എന്താണ്? ചരിത്രത്തിന്റെ വിസ്മൃതിയിൽ അദ്ദേഹത്തെ ഒളിപ്പിക്കാൻ പലരും ശ്രമിച്ചു. പക്ഷേ ഓരോ ഇന്ത്യക്കാരന്റെയും സിരകളിൽ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴങ്ങുന്നിടത്തോളം കാലം നേതാജി ജീവിക്കും. അഹിംസയുടെ വഴിയിൽ നടന്ന ഗാന്ധിയെയും സായുധ വിപ്ലവത്തിന്റെ വഴിയിൽ നടന്ന നേതാജിയെയും ഒരുപോലെ ആദരിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നേതാജി ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആകണമായിരുന്നോ? ഗുംനമി ബാബ നേതാജി തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.